പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അല്പസമയം ഞങ്ങൾ അവിടുത്തെ തിരുവചനത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തോട് ഇടപെടണമേ. കർത്താവെ, വചനം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം അടിയനെയും തിരുക്കരങ്ങളിൽ എടുത്തുപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ വചനം ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഈ വചനം കർത്താവെ സ്വീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾ ചോദിക്കുന്ന പിതാവേ, ആമേൻ. നമ്മൾ ഇന്നത്തെ ആരാധനയിൽ മൊത്തം പ്രാർത്ഥന, ആരാധന, സ്തുതി ഈ വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ സാമ്പ്രദരനോട് വചനം ശുശ്രൂഷിക്കുവാനായി ആവശ്യപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഏതാനും ചിന്തകൾ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പങ്കുവയ്ക്കുവാനാണ്. നമ്മൾ തിരുവചനത്തിൻ്റെ മുൻപാകെ വരുമ്പോൾ, ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇത് മറ്റു പുസ്തകങ്ങളെ പോലെയല്ല. നമ്മൾ ചിലർക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ചും ഡോക്ടേഴ്സൊക്കെയാണ് അനവധിയായ പുസ്തകങ്ങൾ അവർ ദിവസവും വായിച്ച് അവരെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ചിലരുടെ പുസ്തകം വായിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. അനേക പുസ്തകങ്ങൾ, നോവലുകൾ ഇതൊക്കെ വായിക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാത്രി മൊത്തം ഇരുന്ന് നോവൽ വായിച്ചിട്ടുള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ടോൾസ്റ്റോയിയുടെ നോവലുകളൊക്കെ വായിച്ച് തീർന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വായിച്ച് ഒരു മൂലയ്ക്ക് നമ്മൾ വയ്ക്കും, പിന്നെ അത് എടുക്കാതെ ഇത് വായിച്ചതാണ്. എന്നാൽ ഈ ഒരു പുസ്തകം മാത്രം വായിക്കുമ്പോൾ ഈ പുസ്തകം നമ്മളെയും വായിക്കും. വേറെ ഒരു പുസ്തകവും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അത് വായിക്കും, പക്ഷെ ആ പുസ്തകം നമ്മളെ വായിക്കാറില്ല. ലോകപ്രസിദ്ധമായ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചാലും അത് നമ്മളെ വായിക്കത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏതൊരു ഭാഗം വായിച്ചാലും അത് വായിക്കുമ്പോൾ തന്നെ നമ്മളെയും വായിക്കും. അതിനാൽ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തെക്കുറിച്ചാണ് അടിസ്ഥാനപരമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവവും മനുഷ്യനുമായി നിരന്തരമായിട്ട് സമ്പർക്കം അല്ലെ സംസാരിക്കുന്ന പുസ്തകം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. കാരണം ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം അതിലൂടെ ഓരോരുത്തരോടും സംസാരിക്കും. ആരെങ്കിലും പറയാം, ഞാൻ ഇതുവരെയും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല, ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ പുസ്തകം നിശബ്ദമായിട്ട് എടുത്ത് വായിച്ച് ദൈവത്തെ ശ്രവിക്കുവാൻ നമുക്ക് കഴിയും. അപ്പൊ ഈ പുസ്തകത്തിൽ, ഈ സംസാരത്തിൽ ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കും, സമൂഹമായിട്ട് സംസാരിക്കും. അപ്പൊ ഈ പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേല് ഒരു പ്രാർത്ഥിക്കുന്ന സമൂഹമായിട്ടാണ്. അപ്പൊ
ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അധ്യായങ്ങളിൽ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ദൈവജനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. സാവധാനം പടിപടിയായിട്ട് ദൈവം തന്റെ ജനത്തെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമായിട്ട് ദൈവം രൂപപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പഴയ നിയമത്തിലെ ഇസ്രായേലാണ് പുതിയ നിയമത്തിലെ സഭ. അപ്പൊ ഈ രണ്ട് സമൂഹങ്ങളാണ് നമ്മൾ ബൈബിളില് പൊതുവായിട്ട് കാണുന്നത്. അപ്പൊ പഴയ നിയമത്തില് ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരാനുഭവം എന്ന് പറഞ്ഞു കഴിയുന്നത് ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഈ സമൂഹത്തിൽ നിന്നും പുറത്താക്കിയ എന്നാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവം. ഇന്ന് ഈ കാലങ്ങളിൽ നമ്മൾ പറയും, ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെങ്കിലും കടൽ തീരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്നും വളരെ കുറച്ച് സ്ഥലങ്ങളിലാണെങ്കിലും നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ഊരുവിലക്ക്. ക്രിസ്ത്യൻ സമൂഹങ്ങളിലൊക്കെ ഉണ്ട് ഊരുവിലക്ക്. അതായത് ആ സമൂഹത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരവസ്ഥ. പിന്നെ സമൂഹവുമായിട്ട് സമ്പർക്കമില്ല, അവരെ പള്ളിയിൽ കയറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന ചില കാര്യങ്ങള് ആ വ്യക്തി ആചരിച്ചാൽ, അല്ലാതെ തന്റെ ജീവിതത്തിൽ അതിന് മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ മാത്രമേ സമൂഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ പഴയ നിയമത്തിലും ഇസ്രായേലിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ഒരു പ്രാർത്ഥിക്കുന്ന സമൂഹം എന്ന നിലയിൽ അതിൽ നിന്നും വിച്ഛേദിക്കപ്പെടുകയായിരുന്നു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അപ്പൊ പുതിയ നിയമത്തിലാണെങ്കിലും ഇന്ന് നമുക്ക് അത്രയും തോന്നാറില്ല. ഈ സഭയിൽ നിന്ന് പോയാൽ വേറൊരു സഭ, ഇല്ലെങ്കിൽ എങ്ങും പോകത്തില്ല. നമ്മൾ പറയാൻ പിന്മാറ്റത്തിൽ പോയി. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലൂടെയാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ സമൂഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. പുതിയ നിയമത്തില് യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ 2 or 3 പേര് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചാൽ ഞാന് അതിന് മറുപടി ഇല്ലേ? എന്റെ നാമത്തിൽ, ആ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഈ 2 പേര് മതി ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്. അപ്പൊ 2 or 3 ആയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വലുതായി. അപ്പൊ നമ്മള് 2 അല്ല 3 അല്ല 10-100 പേരുടെ അടുത്ത് ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ മധ്യേ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം അത് വലിയ ഒരു അനുഭവമായിരിക്കും. അപ്പൊ ഓരോ ഭക്തനും അല്ലെ ഓരോ വിശ്വാസിക്കും ഇത് വലിയ ഒരു വാഞ്ചയായിരിക്കണം തന്റെ ഹൃദയത്തില്. അപ്പൊ ഇസ്രായേല് എന്ന ആ സമൂഹം പെട്ടെന്ന് രൂപപ്പെട്ടതല്ല. ദൈവം അവരെ ക്രമമായിട്ട് മുന്നോട്ട് നയിച്ച് അവരെ ഒരു സമൂഹമാക്കി തീർത്തതാണ്. അതൊരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്. പല ഉടമ്പടികളുമുണ്ട് പുറകോട്ട്. അബ്രാഹവുമായിട്ട് ചെയ്ത ഉടമ്പടിയുണ്ട്, പിന്നീട് പല ഉടമ്പടികൾ ഓരോരുത്തരുമായിട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗത്ത് വരുമ്പോൾ ആ ഉടമ്പടി ഇസ്രായേൽ ജനത്തോട് മൊത്തത്തിൽ നമ്മൾ കാണുന്നു. നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധ പുരോഹിത ജനവും വിശുദ്ധ ജനവുമായിരിക്കും. അപ്പൊ ഈ വിശുദ്ധ ജനം ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമാണ്, നിങ്ങൾ എനിക്ക് വിശുദ്ധ പുരോഹിതരാണ്. പഴയ നിയമത്തില് പുരോഹിതന്മാരാണ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും പുരോഹിതരായതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരാൻ പറ്റും. എബ്രായ ലേഖനത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടി അവന്റെ സന്നിധിയിൽ. ഭയം വേണ്ട. പഴയ നിയമത്തിൽ ഭയത്തോടു കൂടിയാണ്, അവർക്ക് ഉറപ്പില്ല. പക്ഷെ ഇന്ന് നമ്മളോട് തിരുവചനം പറയുന്ന ഉറപ്പോടും ധൈര്യത്തോടും കൂടെ അവന്റെ മുൻപാകെ വരുവാണ്. അപ്പൊ നമ്മള് അവന്റെ പുരോഹിതര്,
അവന്റെ രാജാക്കന്മാരായി അവൻ ആ സമൂഹമായിട്ട് വരുന്നതിന് ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഏത് കാര്യം പറഞ്ഞാലും അതിൻ്റെ ഒരു വ്യവസ്ഥയുമുണ്ട്. ആ വ്യവസ്ഥയാണ് നമ്മൾ 5-ാം വാക്യത്തിൽ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ. അപ്പൊ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം, ദൈവത്തിന്റെ നിയമപ്രകാരം ഈ തിരുവചനം അനുശാസിക്കുന്നതനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന് നമ്മൾ ജീവിച്ചാൽ, സമൂഹമായിട്ട് ജീവിച്ചാൽ ദൈവം നമുക്ക് ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമുക്ക് ദൈവമായിരിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? പിന്നെ യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ല. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയില് ദൈവ സാന്നിധ്യം അവരെ കവർ ചെയ്തപ്പോൾ, അവരെ മൂടിയപ്പോൾ, അന്നും അവിടെ ക്ഷുദ്രജീവികൾ ഉണ്ടായിരുന്നു, പാമ്പുകൾ ഉണ്ടായിരുന്നു, തേളുകളുണ്ടായി. ഇതൊന്നും അവരെ ഉപദ്രവിച്ചില്ല. പക്ഷെ ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേ ഈ വിഷ ജന്തുക്കൾ അവരെ ഉപദ്രവിച്ചു. അപ്പൊ ഇതാണ് ദൈവം നമ്മോട് കൂടെ ആയിരിക്കും. പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ മധ്യേ വസിക്കണമെങ്കിൽ നമ്മൾ അവന്റെ നിയമപ്രകാരം, അതായത് അവന്റെ വചനപ്രകാരം ജീവിക്കണം. അപ്പൊ ഇത് വലിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് പോലും ഈ പ്രാർത്ഥനയിലായിരുന്നു, പ്രാർത്ഥിക്കുന്ന സമൂഹമായിട്ടായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം നമ്മൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ, 5-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, മോശ ചെന്ന് ഫറവോനോട് പറയുന്നത്, ദൈവം പറഞ്ഞു എന്റെ ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കണം. എന്തിനാണ്? 3 കാര്യങ്ങൾക്കാണ്. 1, ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ ഒരു ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി. 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും അതിന് 17-ാം വാക്യത്തിലും 8-ാം അധ്യായം 1-ാം വാക്യത്തിലും 10-ാം അധ്യായം 3-ാം വാക്യത്തിലും നമ്മൾ ഇത് കാണും. ഈ വാക്യങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. എന്നാൽ ഈ കാര്യങ്ങൾ എന്തിനാണ് എൻ്റെ ജനത്തെ വിട്ടയക്കേണ്ടത്? ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉത്സവം ആചരിക്കുക. ഇതെല്ലാം ആരാധനയുടെയും പ്രാർത്ഥനയുടെയും പശ്ചാത്തലത്തിലാണ്. അപ്പൊ ദൈവം രൂപപ്പെടുത്തിയ ആ സമൂഹം നിലനിന്നത് പ്രാർത്ഥനയിലാണ്, ആരാധനയിലാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ജീവിതം, പുതിയ നിയമസഭ എന്ന നിലയിൽ നമ്മുടെ സഭയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ, സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ്, നമുക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ, നമുക്ക് നമ്മുടെ അസ്തിത്വം അല്ലെ നമ്മുടെ അടിസ്ഥാനം ഇളകി പോകാതിരിക്കണമെങ്കിൽ നമുക്കൊരു പ്രാർത്ഥന അനുഭവം ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാകണം. പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും, പ്രാർത്ഥിക്കാത്ത കുടുംബം ഛിന്ന ഭിന്നമായി. പ്രാർത്ഥിക്കുന്ന സഭ നിലനിൽക്കും. ചോദിക്കും, പ്രാർത്ഥിക്കാത്ത സഭയുണ്ടോ? പ്രാർത്ഥിക്കാത്ത സഭയും ഉണ്ടാകും. അപ്പൊ ഈ വ്യവസ്ഥ പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഐക്യം നഷ്ടപ്പെട്ടു. ഐക്യം നഷ്ടപ്പെട്ടാൽ അവിടെ കലഹമായിരിക്കും, അനൈക്യം ആയിരിക്കും. അപ്പൊ ഈ പഴയ നിയമത്തിലെ ഉടമ്പടി പോലെ പുതിയ നിയമത്തിലും നമ്മളെ കർത്താവ് ഉടമ്പടി ചെയ്തൊരു സമൂഹമാക്കിയിരിക്കുന്ന, സഭ എന്ന കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ നമ്മള് അതിനാല് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കും. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ, യേശുവിനെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ, ഇല്ലേ? തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുവാൻ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തില് മുന്തിരിച്ചെടിയുടെയും മുന്തിരിവള്ളിയുടെയും കാര്യം പറയുമ്പോൾ, നമ്മൾ ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിൽ നിലനിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും മറുപടി ഉണ്ടാകും.
അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യേശു പറയുന്നത്, ഇതുവരെയും നിങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാൽ ചോദിപ്പിൻ, എന്റെ നാമത്തിൽ ചോദിപ്പിൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലേ? അപ്പൊ ആരുടെ നാമത്തിൽ ചോദിക്കണം? യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കണം. അതായത് നമ്മുടെ പ്രാർത്ഥന എല്ലാം അവസാനിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അതാണോ? അല്ല, നമ്മള് അതൊരു എന്നാ പറയുന്നത്, ഒരു രൂപം മാത്രമാണ്. അതിനകത്തൊരു ഫങ്ഷൻ, ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. ആ പ്രവൃത്തിയാണ് മുന്തിരിച്ചെടിയിൽ വസിക്കുക എന്നുള്ളത്. അപ്പൊ ആ മുന്തിരിച്ചെടിയിൽ വസിക്കുന്നില്ല എങ്കിൽ ഒരു കമ്പിന് എവിടുന്നാണ് അതിന് വേണ്ട ജലവും അതിന് വേണ്ട പോഷകാഹാരങ്ങളും എല്ലാം ലഭിക്കുന്നത്? തായ്തടിയിൽ നിന്നാണ്. അപ്പൊ തായ്തടിയിൽ വസിച്ചാൽ മാത്രമേ ഒരു കൊമ്പിന് ഫലം കഴിക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ കൃഷി ചെയ്യുന്നവർക്കെല്ലാം അറിയാം, അതിനെ ഓരോ കൃഷിക്കും എന്തെല്ലാം ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമൂഹമാകുമ്പോൾ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിച്ച് വ്യവസ്ഥ പ്രകാരം യേശുവിന്റെ നാമത്തിൽ ചോദിച്ചാൽ ലഭിക്കും. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമൂഹമാണോ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കൂടെ വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന സമൂഹം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ചിലര് ഈ ഭയങ്കര ശബ്ദകോലാഹലമൊക്കെ ഉണ്ട്, ചില കൂട്ടങ്ങളൊക്കെ ചെന്നിന് ചില വ്യക്തികൾ കടന്നു വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വ്യത്യാസം വരും, ഇല്ലേ? നിശബ്ദത വരും, ചില എന്തോ ഒരു വ്യത്യാസം വന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ആ ആത്മീയമായിട്ട് കൊമ്പുകളാകുന്ന നമ്മൾ ഓരോരുത്തരും അതിന്റെ തായ്തടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ നമ്മൾ കടന്നു വരുമ്പോഴേ അവിടെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകും. ഇപ്പൊ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തില് നമ്മൾ നോക്കുമ്പോൾ 2-3 പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് മീഖ പ്രവാചകന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തില് അതിന്റെ 8-ാം വാക്യത്തില് ഇപ്രകാരം നമ്മൾ വായിക്കും, നിങ്ങൾ എന്റെ മുൻപാകെ താഴ്മയോടുകൂടെ നടക്കുക. കർത്താവിന്റെ മുൻപാകെ താഴ്മയോടുകൂടെ നടക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തില് 17-ാം അധ്യായത്തില് 1-ാം വാക്യത്തില് കർത്താവിന്റെ മുൻപിൽ നടക്കുക എന്ന്. 2 നടപ്പിനെ കുറിച്ച് 2 പ്രയോഗങ്ങളുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 18-ാം അധ്യായത്തില് അതിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ മുൻപിൽ നിൽക്കുക. ഒരു വ്യക്തി എപ്പോഴാണ് കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്നത്? ഒരു സമൂഹം എപ്പോഴാണ് കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്നത്? പ്രാർത്ഥനയിലും ആരാധനയിലും. നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഒരുമിച്ച് കർത്താവിന്റെ ദൈവസന്നിധിയിൽ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാനാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അബ്രാഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. എന്തിനാണ്? ഇടിവിൽ നിൽക്കാൻ വേണ്ടി, മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി, സോദോമിനും ഗൊമോറയ്ക്കും വേണ്ടി. എത്ര പ്രാവശ്യമാണ് അബ്രാഹാം ദൈവത്തോട് മാധ്യസ്ഥത വഹിക്കുന്ന ഈ 2 പട്ടണങ്ങൾക്ക് വേണ്ടി? ഓരോ പ്രാവശ്യവും ദൈവം അബ്രാഹത്തെ പ്രതി തന്റെ തീരുമാനം മാറ്റുന്നുണ്ട്, ഇല്ലേ? 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണങ്ങളിൽ 50 നീതിമാന്മാരുണ്ട്. 50 നീതിമാന്മാരെ പ്രതി ഈ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് അബ്രാഹാം ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പൊ അതിനാല് നമ്മളെയാണ് ദൈവം നോക്കുന്നത്. എന്തിനു വേണ്ടി? ഇടിവിൽ നിൽക്കുവാൻ, ഇല്ലേ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലല്ലേ പറയുന്നത്, ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരുവനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാണ്. 1000 പേരെ അന്വേഷിച്ചെന്നല്ല, ഒരു വലിയൊരു ഇല്ല, ഒരു ആളെ അന്വേഷിച്ചു. ആ ഒരാളാകാൻ നമുക്ക് കഴിയും, ഇല്ലേ? സഭയായിട്ട്
ഈ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ്. നമ്മള് ഒരു ഹൃദയമായി കഴിയുമ്പോൾ, നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടാകുമ്പോൾ നമ്മൾ ഒന്നാണ്, ഇല്ലേ? ആ ഇടിവിൽ നിൽക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ഒരുവൻ എത്ര പേരെ ഓടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? 1000 പേരെയും 20 10,000 പേര്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് നമുക്ക് ഒരുപാട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഒരു ഐക്യമായി കഴിയുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വൻ കാര്യങ്ങള് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമുക്ക് അങ്ങനെ ഒരു ശീലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് ഉണ്ടാകണം. നമ്മളെപ്പോഴും പ്രാർത്ഥനയാല്, സ്തുതികളാല് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാല് ദൈവത്തോട് കെട്ടപ്പെട്ട് കഴിയുമ്പോൾ, നമ്മളൊരു കൂട്ടമായിട്ട് വരുമ്പോഴും നമുക്ക് ആ പ്രാർത്ഥന അറ്റ്മോസ്ഫിയർ ഉണ്ടാകും, പ്രാർത്ഥന ചൈതന്യം ഉണ്ടാകും. നമുക്ക് ഒരു മനമോടുകൂടി പ്രാർത്ഥിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരായിരിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തില് ഏലിയാവ് തന്നെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പുരുഷനായി. അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിത്തീരണം നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അവിടെയാണ് നമ്മുടെ മാധ്യസ്ഥത വരുന്നത്. അപ്പൊ ദൈവം പറയുന്നത് കേൾക്കുവാനും ദൈവം പറയുന്നത് അനുസരിക്കുവാനും നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനവും വിശുദ്ധ പുരോഹിതന്മാരും ആയിരിക്കും. എൻ്റെ നിയമപ്രകാരം, എൻ്റെ നിയമം അനുസരിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊന്നും മുകളിലോട്ട് പോകത്തില്ല. പ്രാർത്ഥന ഈ തട്ടിൽ പോയി ഇടിച്ചിട്ട് താഴോട്ട് വരുത്തി. കാരണം അവന്റെ വ്യവസ്ഥ പ്രകാരം ആയിരിക്കണം നമ്മൾ വരും. ദൈവത്തിന്റെ വ്യവസ്ഥകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ദൈവം നമ്മോട് കരുണ കാണിക്കും, ദൈവം നമ്മളോട് കൃപ കാണിക്കും. പക്ഷേ ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക്, ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും ദൈവം വരുത്തുന്നില്ല. അപ്പൊ ആകയാൽ നമ്മൾ ഒന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ടത്, നമ്മൾ എന്തുമാത്രം ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ് വ്യക്തിപരമായിട്ട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച്. അപ്പൊ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെങ്കിൽ, ഈ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മധ്യത്തിൽ നിന്നാണ് അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. പൗലോസ് തൻ്റെ മിഷണറി യാത്രകളെല്ലാം ആരംഭിച്ചത് പ്രാർത്ഥിക്കുന്ന സഭയുടെ മധ്യത്തിൽ നിന്നാണ്. സഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവരെ കൈവച്ച് അനുഗ്രഹിച്ച് അയച്ചു. പൗലോസിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നതും പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മധ്യയാണ്. മിഷണറി യാത്രകള്, അതായത് അപ്പസ്തോല പ്രവൃത്തി 30-ാം അധ്യായത്തില് അതിന് 36-ാം വാക്യത്തില് ഫേസൂസിലെ മൂപ്പന്മാരെ വിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. അങ്ങനെ അവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് പൗലോസ് യെരുശലേമിലേക്ക് യാത്ര തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതം മുഴുവൻ ഈ പ്രാർത്ഥിക്കുന്ന സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. നമ്മുടെ കുടുംബവും നമ്മുടെ സഭയുമെല്ലാം ഇതിൽപ്പെട്ട് ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മളും പ്രാർത്ഥിക്കുന്നവരായി കഴിയുമ്പോൾ നമ്മുടെ നടുവിൽ നിന്ന് ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും, അയക്കും. അപ്പൊ അവരെ നമ്മൾ
പ്രാർത്ഥനയിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരും പ്രാർത്ഥനയിൽ വളരും. യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ടാണ് ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിക്കും. യേശു അതിരാവിലെ എഴുന്നേറ്റ് വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞത്, കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. നമ്മളോട് ആരെങ്കിലും ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മളോട് ചിലപ്പം ചോദിക്കാറുള്ളത്, പപ്പ മമ്മി അല്ലേ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതം ഒരു മാതൃക, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ മാതൃകാ ജീവിതമാകുമ്പോൾ അവിടെ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടും. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് അടിമുടി പരിശോധിക്കും. നമ്മൾ എന്തുമാത്രം പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ല എന്തുമാത്രം ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തുമാത്രം സമ്പാദിക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ജീവിതം എന്തുമാത്രം ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കെട്ടപ്പെട്ട ജീവിതത്തിൽ രൂപാന്തരം വരും. അത് വലിയ ശക്തിയുള്ള ഒരു ജീവിതമായിരിക്കും, പവർഫുൾ ആയിരിക്കും. അവരാണ് ജീവിതങ്ങളെ തൊടുന്ന ദൈവിക പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, പഴയ നിയമത്തിലെ കർത്താവ് ജനമല്ലാതിരുന്നൊരു കൂട്ടത്തെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ സമൂഹമാക്കി, അവിടുത്തെ ജനമാക്കി മാറ്റി. കർത്താവെ അവർ നടക്കേണ്ടുന്ന വഴികൾ പഠിപ്പിച്ചു. അവരെ അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങ് അവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അവിടുത്തെ സന്നിധിയിൽ നിൽക്കുകയും അവിടുത്തെ മുൻപാകെ എങ്ങനെ നടക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അതൊരു ഉടമ്പടി ബന്ധമായിരുന്നു. കർത്താവെ, പുതിയ നിയമത്തില് പുതിയ ഇസ്രായേലായിട്ട് ഗലാത്യ ലേഖനത്തിൽ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നല്ലോ, ഞങ്ങള് സഭയാണ് ആ പുതിയ ഇസ്രായേല്. പുതിയ ഇസ്രായേലിന്റെ ജീവിതവും പഴയ നിയമത്തിലെ ഇസ്രായേല് അവിടുത്തെ മുൻപാകെ ആരാധനയില് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തില് എങ്ങനെയാണോ അവരുടെ ജീവിതം നയിച്ചത്, അതിലുപരിയായിട്ട് ഞങ്ങളുടെ ജീവിതം പ്രാർത്ഥനയില് അങ്ങയോട് കെട്ടപ്പെട്ട് അങ്ങാകുന്ന ആ തായ്തടിയോട് ചേർന്ന് നിന്ന് അങ്ങിൽ നിന്ന് സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ അങ്ങ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അങ്ങുമായി ഒരു ബന്ധം തരണമേ. അതുവഴി കർത്താവെ, ഞങ്ങൾ സഭയായിട്ട് ഒരു മനമോടുകൂടെ ഐക്യപ്പെട്ട് നിന്ന് ഐക്യത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവെ, ഇന്ന് ഓരോരുത്തരോടും അങ്ങ് ഇടപെടണമേ. അവരുടെ ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ വചനത്താൽ നിറയ്ക്കണമേ. ഓരോരുത്തർക്കും അങ്ങുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹത്തോടുകൂടി അവിടെ ഞങ്ങളെ മടക്കി അയക്കണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരോടും കൂടെ, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.